Hello friends, we will talk the best 2 credit cards for rent payment. Now, rent payment normally account money transfer cash, liquid cash. Normally, credit card app actually feature third party app example Paytm add credit card direct account send അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിന് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ രണ്ട് കാർഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ചാനൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങി ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയമൊക്കെ എൻ്റെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ട് ക്രെഡിറ്റ് കാർഡുകളാണ്, രണ്ട് ക്രെഡിറ്റ് കാർഡ് ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആക്ച്വലി ലിസ്റ്റിൽ വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ICICI ബാങ്കിൻ്റെയും അതുപോലെ തന്നെ രണ്ടാമത് HDFC ബാങ്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ നോർമലി ബാക്കി എല്ലാ ക്രെഡിറ്റ് കാർഡുകളും നമ്മളിപ്പോൾ നമ്മൾ റൺ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു സർവീസ് ചാർജ് നമ്മൾ എല്ലാ ബാങ്കുകളും എടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ICICI ബാങ്കിൻ്റെയും അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെയാണ് നമ്മുടെ ചാർജസ് കുറവായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, മെയിൻ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നമുക്ക് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് നമുക്ക് ICICI ബാങ്കിൽ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ബാങ്ക് ഇപ്പോൾ വൺ കാർഡിൻ്റെ അങ്ങനെ ബാക്കിയുള്ള SBIൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്ഫറിങ് എമൗണ്ട് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഓപ്ഷൻ വരാറില്ല. നോർമലി വൺ കാർഡിൽ തീരെ വരാറില്ല. SBIയിൽ അടക്കം ചില എമൗണ്ടിന് വരില്ല, ചില എമൗണ്ടിന് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ അവരുടെ അൽഗോരിതം എന്താ പറയുക, അൽഗോരിതം ഡിറ്റക്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ SBIയുടെ കസ്റ്റമർ കെയറിൽ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് എന്താ പറയുക, റൺ പേയ്മെൻറ്റിന് EMI കൺവേർഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ആക്ച്വലി ഒരു 2 ദിവസം മുമ്പാണ് കൺഫേം ചെയ്തത്, നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ പർപ്പസിന് വേണ്ടി നമ്മൾ ചോദിച്ചപ്പോൾ. അപ്പോൾ ഞാനും നമ്മുടെ SBIയുടെ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ SBIയുടെ ഫ്യൂൽ ക്രെഡിറ്റ് കാർഡ്, ഡോക്ടേൺ കാർഡ് ഉണ്ട്. നമ്മളതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിംപ്ലി ക്ലിക്ക് ഉണ്ടായിരുന്നു, നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ICICI ബാങ്കാണ് നോർമലി ഇപ്പോൾ റൺ പേയ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ റൺ പേയ്മെൻറ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമുക്ക് ആക്ച്വലി അതിൽ ഞാൻ അവരെ കോൺടാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ICICI ബാങ്ക് പറഞ്ഞാൽ നമുക്ക് റൺ പേയ്മെൻറ്റ് EMI കൺവേർഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അവർ ഇമെയിൽ വഴി അയച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇമെയിലിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി എടുത്ത് നോക്കിയത്. നമ്മളത് കൺവേർഷൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ അത് കൺവേർഷൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ICICI ബാങ്കിൽ നമുക്ക് EMI കൺവേർഷൻ അവൈലബിൾ ആണ് നമ്മുടെ റൺ പേയ്മെൻറ്റിന്. അപ്പോൾ നിങ്ങൾ റൺ പേയ്മെൻറ്റ് ചെയ്തിട്ട് അത് EMI കൺവേർഷൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ICICI ബാങ്കിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ. HDFCയിലും ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ നോക്കിയപ്പോൾ അവരോട് ചോദിച്ചപ്പോഴും അവർക്ക് ഒരു കറക്റ്റ് ആൻസർ അവർ പറയുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ HDFC ബാങ്കിൻ്റെ മില്യൻ്റെ കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു കാർഡും ഉണ്ട് നമ്മുടെ. അത് പക്ഷേ ഞാൻ ക്ലോസ് ചെയ്തപ്പോൾ പിന്നെ ഞാൻ പക്ഷേ ചെയ്ത് നോക്കിയിട്ടില്ല. എന്താ വെച്ചാൽ ഒരു ഉറപ്പ് പറയുന്നില്ല, ജസ്റ്റ് എടുത്തിട്ട് പിന്നെ ചുമ്മാ പഠിച്ച് അടയ്ക്കാൻ നിൽക്കണ്ട. എന്ന് വെച്ചാൽ നമ്മൾ വേറെ എക്സ്ട്രാ സർവീസ് ചാർജ് കൊടുത്തിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അത് ഒരു നഷ്ടമാവും. അപ്പോൾ ഞാൻ ആക്ച്വലി വേറെ HDFC ബാങ്ക് യൂസേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം അറിയില്ലെന്ന് വെച്ചാൽ ഈ കൊല്ലം കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്, അപ്ഡേറ്റ്സ് കുറേ വന്നിട്ടുണ്ട്. RBIയുടെ പുതിയ റൂൾസും അതുപോലെ തന്നെ ഇഷ്ടംപോലെ അവരുടെ ആപ്പ് ഫീച്ചേഴ്സും കുറേ അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാങ്കുകളും റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോർമലി എനിക്ക് തോന്നുന്നത് ഉണ്ടാവാൻ ചാൻസ് കുറവാണെന്ന് വെച്ചാൽ ഈ റൺ പേയ്മെൻറ്റിന് നോർമലി EMI കൺവേർഷൻ കൊടുക്കാറില്ല. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പർച്ചേസിന് കൊടുക്കാറില്ല, അങ്ങനെ കുറച്ച് ഫ്യൂൽ പർച്ചേസിന് കൊടുക്കാറില്ല, അങ്ങനെ കുറച്ച് കാറ്റഗറി ഉണ്ട് EMI പർച്ചേസ് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാറ്റഗറി. ഈ ഗോൾഡും ഫ്യൂലും നോർമലി ഒരു 99% കാർഡുകളിലും ആ ഫീച്ചർ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾക്ക് ഞാൻ ആക്ച്വലി 2 കാർഡ് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതാണ് കുറച്ച് ബേസിക് കാർഡുകൾ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഇവരുടെ മോസ്റ്റ്ലി എല്ലാ പ്രീമിയം കാർഡുകളിലും നമുക്ക് ഈ ഫീച്ചർ അവൈലബിൾ ആണ്. നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാർഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ പ്രൈം കാർഡിന് അത്യാവശ്യം നമുക്ക് റൺ പേയ്മെൻറ്റിന് വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ജോയിനിങ് ഫീസ് വരുന്നത് 3000 + GST ആണ്. അതുപോലെ തന്നെ വേറെ കാർഡിൻ്റെ പറയുകയാണെങ്കിൽ നമുക്ക് ഏതായിരുന്നു SBIയുടെ തന്നെ വിസ്താര പ്രൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡുണ്ട്, അതും പ്രീമിയം കാർഡാണ്. അതിന് വരുന്നത് 3000 + GST ആണ്. നമുക്ക് അതിനും റൺ പേയ്മെൻറ്റ് 2% വരെ ക്യാഷ് ബാക്ക് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രീമിയം കാർഡുകളിൽ നമുക്ക് ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. പക്ഷേ അത് പറയാത്തത് ഈ കാരണം കൊണ്ടാണ്. എന്ന് വെച്ചാൽ ജോയിനിങ് ഫീസും ആനുവൽ ഫീസും കൂടുതലാണ്. അപ്പോൾ നോർമൽ മിഡിൽ ക്ലാസ് ആൾക്കാരൊന്നും നമുക്ക് അത് എടുക്കില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് അത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ എടുക്കാൻ ചേട്ടാ. എന്ന് വെച്ചാൽ ICICI കാർഡിൻ്റെ അപ്പോൾ നോർമൽ ബേസിക് കാർഡ് അടക്കം, അതായത് ICICI പ്ലാറ്റിനം കാർഡ്, കോറൽ കാർഡ്, അതുപോലെ തന്നെ എക്സ്പ്രഷൻ കാർഡ്, ഇതിനൊക്കെ നമുക്ക് ഈ ഫീച്ചർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ HDFCയിലും ചിലതിന് അവൈലബിൾ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കത് ഫുള്ളി 100% കൺഫേംഡ് അല്ല. എന്ന് വെച്ചാൽ നമ്മുടെ HDFC ബാങ്കായിട്ട് സംസാരിച്ചപ്പോഴും അവരും ഒരു കൺഫർമേഷൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ ICICI ബാങ്ക് നമുക്ക് കൺഫർമേഷൻ തന്നു ഇമെയിൽ വഴി. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ട്രൈ നോക്കിയത്. അപ്പോൾ HDFC ബാങ്ക് തരാത്തതുകൊണ്ട് നമ്മൾ ട്രൈ നോക്കിയില്ല.
അപ്പോൾ അതുകൊണ്ടാണ് അത് ഫുള്ളി കൺവേർഷൻ ഫുള്ളി ഒരു കൺഫർമേഷൻ പറയാത്തത്. പക്ഷേ ഞാൻ അവരുടെ യൂസേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും റീസെൻ്റ്ലി, ഞാൻ പഴയ കാലത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ വെച്ചാൽ കുറേ ചേഞ്ചസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ HDFC ബാങ്കിൽ റൺ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് EMI കൺവേർഷൻ വന്നിട്ടുണ്ടോ എന്നൊന്ന് പറയാട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ള കാർഡുകളിലും നിങ്ങൾക്ക് ഈ ഫീച്ചർ EMI കൺവേർഷൻ റൺ പേയ്മെൻറ്റിന് കിട്ടുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഈ അടുത്ത 2-3 മാസത്തിനുള്ളിൽ കേട്ടോ. അതിനുശേഷം നമ്മൾ പറയുന്നത് വെച്ചാൽ 2-3 മാസം മുമ്പാണ് പുതിയ RBI റൂളൊക്കെ വന്നത്. അപ്പോൾ അതിനുശേഷം കുറേ ചേഞ്ചസും അതുപോലെ തന്നെ കുറേ ഫീച്ചേഴ്സൊക്കെ അവർ കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം.